സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോവാം നമ്മൾ. അപ്പോൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ നമുക്ക് അവരായിട്ട് സ്റ്റിക്കൊക്കെ ട്രേഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം മരം ഗ്രൈൻഡിങ്ങിലായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ 13 സ്റ്റാക്ക് മരം വുഡുണ്ട്. പിന്നെ ഞാനിവിടെ കുറേ നേരം ഇരുന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇവിടെ ഇപ്പം നിറച്ച് വില്ലേജേഴ്സാണ്. ഇടയ്ക്ക് 2 ഗ്രീൻ വിറ്റൊക്കെ വന്നു, അവരൊക്കെ തട്ടി. നമ്മുടെ ആവശ്യത്തിനുള്ള എന്തായാലും ഉണ്ടാവും. ഇപ്പം കണ്ടോ, അവർ ബ്രെഡ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. അവരെ ചെയ്തോട്ടെ. നമ്മളപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ബിൽഡ് പോലെ ഉണ്ടാക്കാറില്ല. എല്ലാവരും ഒന്നെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു മലയിലോട്ട് തുരന്നാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ കണ്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമുക്കപ്പോൾ ഉണ്ടാക്കാം. ഞാൻ അപ്പം എൻ്റെ റിസോഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് തരാം. നമുക്ക് അപ്പോൾ 10 വില്ലേജറിന് ഇടാനുണ്ട്. അപ്പോൾ നമുക്കത് ഇതിക്കടെ ഒരു ഗുഹ പോലെ ഒന്ന് തുരക്കണം. അപ്പോൾ ഞാൻ തുരത്തുന്നിട്ട് വരാം. നമ്മളപ്പോൾ ഇതിക്കടെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടാക്കണം. എൻട്രൻസ് ഉണ്ടാക്കാൻ വലിയ പണിയില്ല. നമ്മുടെ കയ്യിലുള്ള വുഡ് എടുക്കുക. 1 2 3 കഴിഞ്ഞ് ഇങ്ങനെയല്ല, ഇങ്ങനെ 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 തെറ്റിപ്പോയി ഇങ്ങനെ 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 ചേടാ. ഓക്കെ, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇനി നമുക്കിതൊന്ന് സ്ട്രിപ്പും കൂടിയും ചെയ്താൽ മതി. ഇതിൻ്റെ അകം കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരുന്നു. നമുക്ക് 10 വില്ലേജറിന് ഇടാനായിട്ട് ഓരോരോ സ്ലോട്ട് വീതം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും ചെയ്തിട്ട് ഞാൻ എന്താ വരുന്നു. നമ്മളത് സൈഡിലോട്ടുള്ള ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂഫും കൂടി ചെയ്യാനുള്ളൂ. നമുക്കത് വേറെ ബ്ലോക്ക് ചെയ്യാം. നമുക്ക് ഇത് തന്നെ ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്ത് വേറെ ടൈപ്പ് ആക്കാൻ പറ്റില്ലേ? നോക്കട്ടെ. ഈ ടഫ് കുറച്ചുണ്ടായിരുന്നു. അയ്യോ, ടഫ് വെച്ച് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റില്ലേ? ടഫ് ബ്രിക്ക്, അത് ഒന്നും ആവശ്യം വരും. ഇതല്ലാണ്ട് ഇപ്പോൾ ഗ്രൈൻഡർ ഇതൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊരു 41 എണ്ണം. പിന്നെ ഇത് 2 സ്ലാബും കൂടി ഇരുന്നോ. സ്ലാബ് എന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഞാൻ അവിടെ വെച്ചിട്ട് കാണാം. ഇത് ഈ അടിഭാഗം സ്റ്റോൺ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടി നമുക്ക് ഇതൊന്ന് വെക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാൻ എന്താ വരുന്നത്. ഓക്കെ, നമ്മളത് ഫുൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വില്ലേജറിനെ കൊണ്ടുപോയിടണം. അതാണ് ഏറ്റവും ചടങ്ങുള്ള പാർട്ട്. അത് എന്നാൽ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ കൊണ്ടുപോയിട്ട് കാണാം. ഒരൊറ്റ പിക്സൽ അവിടെ ഇരിക്കണമായിരുന്ന. ഇത് നടപടിയാവില്ല. ഇനി ഇത് പൊട്ടിച്ച ഓക്കെ. എന്നെ അടുപ്പിക്കരുത് നീ. അടുപ്പിക്കരുതെന്ന് വെച്ചാൽ
തല്ലിപ്പിക്കരുതെന്ന്. അവിടെ പോയി നിക്കടാ. പോടാ. ആ ഓക്കേ. രണ്ടുപേരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് വലിയ പാടില്ല. ഈ ഒരു ടെക്നിക്കിൽ ചെയ്യുകയാണെങ്കിൽ വലിയ പാടില്ല. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് ഞാൻ എന്താ വരുന്നേ, ഒരു സൈഡ് മൊത്തം ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ അറ്റത്തുള്ളവൻ എൻ്റെ ഡയമണ്ട് സോഡ് വെച്ചിട്ട് അടിയും കൊടുത്തു. അവനിപ്പോൾ ഹെൽത്ത് കുറവായിരിക്കും, ആ സീനില്ല. ഇനി നമുക്ക് ഈ സൈഡും കൂടി നിറയ്ക്കണം. അപ്പോൾ അതും കൂടി നിറച്ചിട്ട് ഞാൻ വരുന്നു. നമ്മളെല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് നമ്മുടെ വീട്ടിലെ ഐറ്റംസിൻ്റെ പണിയെടുത്തു. പിന്നെ എൻ്റെ ലക്കിന് ഇത് ബേബി ആയിരുന്നു ശരിക്കും. ഞാൻ പിന്നെ ബോട്ടെ കയറ്റിയപ്പോൾ കറക്റ്റ് ഇവൻ വലുതായി. എൻ്റെ ലക്ക് ഇങ്ങേറ്റത്ത്. ഇത് എവിടെ നിന്നാണ് ഇത്രമാത്രം ബാരൽ ഒരു ജോലിക്ക് എടുത്തേക്കണമെന്ന. ബാരൽ എൻ്റെ വീട്ടിൽ 1 2 ഉണ്ടാവും. ബാക്കി ഇന്ന് 2 അവിടെ നിന്നാ. ഇവിടെ എന്താ വെച്ചേക്കണേ, ഇവിടെ ചെസ്റ്റ് വെച്ചേക്കണേ. ഇവിടെയും ചെസ്റ്റ്. അവരിപ്പോഴും ബ്രീഡാവുണ്ട്. ബാരൽ പിന്നെ എവിടെയായിരിക്കും? ഒരു ബാരൽ എനിക്കറിയാം, ഇത് ഇവിടെ ഇരിക്കാനുണ്ട്. അടുത്ത 2 ഗ്രൈൻഡർ ഇവിടെ ഇരിപ്പുണ്ട്. അത് ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ 2 ബാരലുണ്ടല്ലേ. അവിടെ നിന്ന് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അതെവിടെ നിന്നാവും? അതെവിടെ നിന്നാ? ഇവിടെ എങ്ങും ഇല്ലല്ലോ. നമുക്ക് ശരിയാക്കണം. ആദ്യം നമുക്കൊരു ലെക്ടേൺ ഉണ്ടാക്കണം. ലെക്ടേൺ ഉണ്ടാക്കാനുള്ള ബുക്ക് കയ്യിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അതിനകത്ത് ഷുഗർക്കൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് 5 എണ്ണം തന്നെ വേണം. അപ്പോൾ 5 എണ്ണത്തിന് നമുക്ക് 2 സ്റ്റാക്കും കൂടെ എടുത്തേക്കാം. പിന്നെ ലെതർ എന്തോരം ഉണ്ട്. ലെതർ ഇഷ്ടം പോലെ. ബുക്കൊക്കെ എന്തോരാന്ന് വെച്ചാൽ ഉണ്ടാക്കിയേക്കാം. ബുക്ക് ഷെൽഫ് 1 2 3 4 5. ഇനി നമുക്ക് ബാരൽ അല്ല സ്ലാബ്. ഓക്കെ, 5 ലെക്ടൺ. അത് അവന്മാരുടെ അടുത്ത് കൊണ്ടുവച്ച അവന്മാർ ഇതിലോട്ട് ലിങ്ക് ആവാനുള്ളതാണ്. ലിങ്ക് ആയില്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ച് മാറ്റേണ്ടി വരും. ലിങ്കായ നമ്മുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടം. ഇപ്പോൾ ഞാനിത് ഇവിടെ കൊണ്ടുവച്ചവൻ ജോലി എടുക്കുമോ? ഇല്ല. എന്തായാലും ഇതിവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കതൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാം. ലൈബ്രറിയൻ ഇത് കിട്ടിയില്ല. അതിപ്പോൾ ആരാ ജോലി എടുത്തേ? ഇവിടെ നിന്ന് ആരും എടുത്തില്ല, ഭാഗ്യം. അപ്പോൾ ഞാൻ അവിടെ പോയി ബാരലൊക്കെ പൊട്ടിച്ച് മാറ്റട്ടെ. ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ ആ ലെക്ടേൺ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള അച്ചീവ്മെൻ്റ് അത്. ഞാൻ വെറുതെ പേടിച്ചു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. ഇതും കൂടി പൊട്ടിച്ച് മാറ്റി എൻ്റെ അറിവിൽ ഇവിടെയുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് കുറേ ഫുഡുണ്ട്. എന്തോരം ഉണ്ട്? 2 3 സ്റ്റാക്ക് ബീഫൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, ഫുഡൊക്കെ കൂടിപ്പോയില്ലേ. ഇതെന്തായാലും നല്ലപോലെ യൂസ് ആവണ്ട എനിക്ക്. ഞാൻ കുറേ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. ഈ പംകിൻ നമുക്ക് ഫാർമേഴ്സിനോടത്ത് എമറാൾഡ് ഒപ്പിക്കാം. പക്ഷെ ഇപ്പം പറ്റില്ല. അവരെ നമുക്ക് അൺലോക്ക് ചെയ്യണം. ഈ ബ്രെഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് അൺലോക്ക് ചെയ്യണം. നോട്ട് അഗെയിൻ. അമ്മമാരാരും ജോലിയൊന്നും എടുക്കണല്ലോ. ഒരുത്തൻ ജോലി എടുത്തു. ഇവിടെ ഉള്ളമാരാ പിന്നെ അങ്ങോട്ട് ജോലി എടുത്തേക്കണേ. ഇപ്പോഴും വേറെ ഇത് ഇവിടെ നിന്നാണോ എന്തോ കിട്ടിയേക്കണേ അവർക്ക്. ഇതിനകത്ത് ഞാൻ ബാരൽ എവിടെ കൊണ്ട് അയച്ചേക്കണേ?
ഓ ഇവന്ന് നമുക്ക് ക്ലേ ഉടത്താൻ വേണ്ടി ഇതാവുമല്ലേ. ഓ അടുത്ത പണി കിട്ടി തുടങ്ങി. ഇവന്മാർക്ക് ബെഡില്ലാത്തതാണ് ഇതാവാത്ത. ഒന്ന് ജോലി എടുക്കടാ. ആരെടുക്കണം ഈ ജോലി? ഇവന്മാരെടുക്കണേ. എന്നാ നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ളവരെ ലൈബ്രറിയന്മാരാക്കാം. ഒരുത്തനെടുത്തു. ഇവനാ ജോലി വേണ്ടാന്ന് വെച്ചു. ഇനി എന്നാ പണി എടുക്കാണ്ടിരിക്കടാ. ഇവനും എടുത്തു. എടുക്കടാ. പിസ്ത കഷ്ടണ്ടാ. ഒന്ന് തപ്പി നോക്കട്ടെ എവിടെ ഞാൻ ബാരനല്ല ചേർന്നെ. ഉമ്മൻ ഇത് ബാരന്റെ ജോലി തന്നെയല്ലേ? എനിക്ക് ഇപ്പോഴാ കത്തി. ഇത് മറ്റേ സാധനം, മറ്റേ ഫർണസ്. ഞാൻ നമ്മളാ നടുക്കൊണ്ട് വെച്ചേക്കണ ഫർണസ് അതിൻ്റെയാ. അങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ അത് ശരിയായിക്കോളും. ഞാൻ പിന്നെ റീപ്ലേസ് ചെയ്തോളാം. ഇപ്പന്മാർ എടുത്തിട്ടുള്ള ശരിയാവാനുള്ളതാണ്. പക്ഷെ ബ്ലാക്ക് സ്മിത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് അവന്മാർ അങ്ങനെ തന്നെ നിൽക്കണം, കല്ല് പോലെ നിൽക്കണം. ഒരുത്തൻ മാറി, ഒരുത്തനും കൂടെ ഉണ്ട്. ഇപ്പം ഇവന്മാർ ജോലി കളഞ്ഞിട്ടുണ്ട്. എടുക്കടാ ജോലി. ആർക്കടാ ഈ ജോലി? ഓക്കെ, ഇവനെന്തായാലും സ്റ്റോൺ കട്ടറിൻ്റെ ജോലിയാണ് എടുത്തേക്കണേ. അത് വെച്ചേക്കണം. നമുക്കതിന് ക്ലേ കൊടുത്താൽ മതിയായിരുന്നു. അവൻ എമറാൾഡ് തരുമായിരുന്നു. എന്നാൽ നമുക്ക് ആ സെക്ഷൻ ഫുള്ള് നമുക്ക് എമറാൾഡ് ഒപ്പിക്കാനുള്ള സെക്ഷനാക്കാം. എമറാൾഡിൻ്റെ കൂടെ അവൻ വേറെ എന്തെങ്കിലും തരുമായിരിക്കും. ബ്ലാസ്റ്റ് ഫർണസും കൂടെ വെച്ച് ഒരുത്തന്നെ ഉണ്ടാക്കിയാലോ. നമുക്കത് ആർമർ തരുമായിരുന്നു അവൻ. ബ്ലാസ്റ്റ് ഫർണസും കൂടെ വെച്ച് ഒരുത്തന്നെ ഉണ്ടാക്കാം അല്ലേ. പക്ഷെ അവനെ അൺലോക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാനതൊന്നാ പിന്നെ ചെയ്തോളാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ ഞാനൊരു ബ്ലാസ്റ്റ് ഫർണസും കൂടി ഉണ്ടാക്കി വെക്കാൻ പോകുന്നു. നമുക്ക് എന്തായാലും ആർമറൊക്കെ ആവശ്യമുണ്ട്. എനിക്കത് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോൺ കട്ടറും വയ്ക്കുന്ന, അതും വയ്ക്കുന്നു, ഇതും വയ്ക്കുന്ന, എല്ലാം വയ്ക്കുന്നു. നമുക്ക് ഇവിടെ ഓർഡറിൽ അങ്ങനെ ആരെയും വെക്കാനൊന്നുമില്ല. ഓർഡർ ആരെങ്കിലും വെക്കാനുണ്ടെങ്കിൽ അത് ലൈബ്രറിയിൽ മാത്രമേ ഉള്ളൂ. അവർ ഞാൻ ഓർഡറിൽ വെച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഞാൻ ഓർഡറിൽ എന്തായാലും ഒന്നും വെക്കുന്നില്ല. കലവിലാന്നിരുന്നോട്ടെ, കുഴപ്പമില്ല. നടാ മോനെ സ്റ്റോൺ കട്ടർ. നിനക്ക് ബ്ലാസ്റ്റ് ഫർണസ് അതാരെടുത്ത്. എന്നാ ഓക്കെ, ഇവൻ എന്നാ ഓക്കെ. നമുക്ക് കോഡ് അടക്കാം അല്ലേ. ഫോർത്ത് ടോപ്പിക്. ഇതിനകത്ത് നമ്മൾ അയൺ കൊടുക്കേണ്ടി വരും. അപ്പം നല്ല അയണും കുറച്ച് കോളും വേണ്ടി വരും. നമുക്ക് 4ാമത്തെ ലെവൽ വരെ കണ്ട് ഇവരെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അയൺ ആവശ്യമുണ്ട്, കോൾ ആവശ്യമുണ്ട്. ഇപ്പോൾ കറലിൻ്റെ കയ്യിലുള്ള കോൾ വെച്ചൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും നമുക്കിനി ഒരു 20 ഫ്ലിൻറ്റും കൂടി വേണം. അപ്പം ഞാൻ അതും കൂടി എടുത്തിട്ട് ഇതാ വരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് ക്ലേയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലേ മറ്റേ മീസണായിട്ട് ട്രേഡ് ചെയ്യാം. പിന്നെ സ്റ്റിക്ക് ഉണ്ടല്ലോ, എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 3-4 സ്റ്റാക്ക് അല്ല 2-3 സ്റ്റാക്ക് എമറാൾഡ് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ട എൻചാൻറ്റിങ്സ്, പിന്നെ ഡയമണ്ട് ആർമർ ഇപ്പം തന്നെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഒപ്പിക്കാം. നമുക്ക് എന്തായാലും ആവശ്യം എൻചാൻറ്റിങ്സാണ്. നമ്മുടെ ടൂൾസിലെങ്കിലും ഇടാം. ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരി. ഇവന്മാരെന്താ ഇങ്ങനെ? എടുക്കടാ നീ. ഇല്ല, എടുക്കടാ നീ. ഗുഡ്, എടുക്കടാ. എൻ്റെ പൊന്നളിയ, എടുക്കടാ നീ, എടുക്കടാ നീ. ഓക്കെ,
ഇനി നമുക്ക് ഇവനായിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈഡ് ചെയ്തേക്കാം. ഞാനത് ലോക്ക് ചെയ്തു. ഓ, നമുക്ക് സ്റ്റോൺ കൊടുത്താൽ ഇത് പറ്റുമല്ലേ. ആ സിൽക്ക് ടച്ച് വരികയാണെങ്കിൽ അതും നമുക്ക് നല്ല ഈസി തന്നെ. 16 കിട്ടി. ഇവനായിട്ട് നമുക്ക് കോള് വേണ്ട നമുക്ക്. ഇത് അയ്യോ മണ്ടത്തരം കാട്ടി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് നമുക്കെന്നാൽ കോള് തന്നെ അടക്കാം. കോളപ്പോൾ കുറച്ച് വേണ്ടി വരില്ല. ആദ്യം നമുക്ക് ആർമർ ഒപ്പിക്കാൻ നോക്കാം, എന്നിട്ട് നമുക്ക് എൻചാൻറ്റിങ് മതി. അയ്യോ, എൻ്റെ പിക്കാക്സും പൊട്ടാറായി. ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കി കമ്പൈൻ ചെയ്തെടുക്കാം. ഞാൻ മെൻഡിങ് ആഡ് ചെയ്താൽ ഓർത്തുകൊണ്ടിരുന്നേ. നമുക്ക് എന്തായാലും ഈ മെൻഡിങ് വരെ ഈ പിക്കാക്സ് ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കയ്യിൽ എന്തോരം ഡയമണ്ട് ഉണ്ട്? 20 ഈശ്വര. ഓക്കെ, അപ്പം അതൊന്ന് സെറ്റാക്കിയിരിക്കുന്നു. 4 സ്റ്റാക്ക് ഇപ്പോൾ എടുക്കുക. നമുക്ക് എന്തായാലും ഒത്തിരി ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് വേണ്ട പോലെ എടുക്കാം. നമുക്ക് കുറച്ച് കോള് വേണം. കോളാണ് ഇപ്പോൾ അത്യാവശ്യം. അപ്പോൾ കോള് ഞാൻ ആ കേവിൽ കുറച്ച് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒരു 1.5 സ്റ്റാക്ക് വേണമായിരിക്കും. അതൊക്കെ എടുത്തിട്ട് ഞാൻ വരും. ഓക്കെ, കുറച്ച് കോള് ഇപ്പം ഞാൻ എടുത്തു. കുറച്ച് ഇവിടെ ഉണ്ടാവും. 49 അങ്ങാണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ അയൺ നമുക്ക് 24 ഇവിടെ ഇരുന്നോട്ടെ. ബാക്കി നമുക്ക് എടുക്കാം. കോപ്പർ അടക്കാൻ പറ്റുമല്ലേ, കൊള്ളായിരുന്നു. കുറച്ചുകൂടെ അയണായിരുന്നെങ്കിൽ നമുക്ക് ബെല്ലിയനെ ഒരു കൂട്ടും കൂടി ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ കൂട്ടായിട്ട് അയൺ കോപ്പർ ഗോളം ഉണ്ട്. എന്നാലും അത് വിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ബെല്ലിയൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇപ്പം തന്നെ ഡയമണ്ട് ആർമർ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. ഇവന്മാരൊക്കെ ഇപ്പം എന്നാ തരണേ? പ്രൊട്ടക്ഷൻ 3. നീ അങ്ങനെ തന്നെ ഇരുന്നോ. ബുക്ക് ഷെൽഫ് വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ച് അങ്ങനെ കിട്ടി. ഓക്കെ, അടുത്ത ഇതിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് കൊടുക്കണം. ഓ, ആർമർ വിറ്റ് തുടങ്ങിയവർ. ജേണിമാൻ ആയല്ലേ. ഇനി നമുക്ക് കുറച്ച് ചവറൊക്കെ ഇരിക്കും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെയും വിറ്റ് തുടങ്ങി. ഇതിപ്പോൾ എന്തായാലും ഞാൻ മേടിക്കുന്നില്ല. എൻ്റെ എമറാൾഡൊക്കെ അതാ കിടക്കുന്നു. ഒരു ബൂട്ട് മേടിക്കണോ ഇത് മേടിക്കണോ? ഇത് മേടിച്ചാൽ അവരൊന്നും ആവത്തില്ല. ആവോ? ഇത് മേടിച്ചാൽ അവരുടെ ഇത് ഇമ്പ്രൂവ് ആവുമോ നോക്കണം. അപ്പോൾ ചെയിൻ്റെ ആർമറൊക്കെ ഇവിടെ കൊണ്ടുപോയി കളഞ്ഞേക്കാം. ചവറെല്ലാം ദൂരെ പോവും. ഇനി ഇത് മേടിച്ച് ഇവന്മാർ ലെവലപ്പ് ആവുമോ? ഇത് മേടിച്ച കുറച്ചുകൂടെ എമറാൾഡ് വേണം. അല്ല, എമറാൾഡ് കയ്യിലുണ്ട്. ഒന്നാമത് ചവറൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയാം. ഓക്കെ, വാ. ഇത് കൊടുത്താലും മതിയല്ലേ, ഇവന്മാര് ഇതായിക്കോളും. അയ്യോ, ഒരെണ്ണം കൂടി മതിയായിരുന്നല്ലോ. ഇവൻ മാസ്റ്ററിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ? ഇതൊരെണ്ണം ഇനി മേടിച്ചേക്കാം.
ആ ഇവന്മാർ ഇത് ഒരെണ്ണ തരുള്ളൂ. ബാക്കി ഇവന്മാർ ബൂട്ടും ഇതുവാ തരുള്ളൂ. ബാക്കി നമുക്ക് കിട്ടണമെങ്കിൽ മറ്റേ ഇവൻ വേണം, മറ്റേ ട്രിമ്മൊക്കെ വെച്ച് ഇത് ചെയ്യണ പ്രൊഫഷനില്ല, അത് ഉള്ളവൻ. അപ്പം അതുണ്ടാക്കാൻ നമുക്ക് എന്നാ വേണം? ഓ അതും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പണിയാണല്ലോ. അവന്മാർക്ക് എന്നാ കൊടുക്കണം എന്ന് അറിയാൻ പാടില്ലല്ലോ. എമറാൾഡ് കൊടുത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എമറാൾഡ് തന്നെ കൊടുത്തേക്കാം. നമ്മുടെ ഒരു ആർമർ സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാവുമോ? ഒരു ആർമർ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. ആർമർ സ്റ്റാൻഡിനെ ഇവിടെ നിർത്തുക. എന്നിട്ട് നമുക്ക് വേണ്ട ആർമറൊക്കെ ഇവനെ എക്യൂപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടൊന്ന് വരാം. ഈ ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ഓ ഇത് നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ, അത്രയും നന്നായി. ഞാൻ അതൊന്ന് പോയി കൊടുത്തു നോക്കട്ടെ. ഗൈസ് നമ്മുടെ പൂക്കി പോയി. നോക്ക് ചാറ്റ് നോക്ക് നിങ്ങൾ. പൂക്കി വെൻഡപ്പിൻ ഫ്ലെയിം ഈ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് വെച്ചിട്ടാന്ന് വരുന്നു. നമ്മുടെ നെയിം മാറിയിരുന്നോ? അപ്പം നമുക്ക് പൂക്കി പോയി. പൂക്കി പോട്ടെ. ഇവൻ എന്നാ വരുന്നത്? സ്പ്രൂസ് മരം തരണേ. സ്പ്രൂസിൻ്റെ ഇത് തന്നില്ല. അത് തന്നായിരുന്നേ പിന്നെ ഞാൻ മേടിച്ചേനെ. പോട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവന്മാരിൽ ഒരുത്തനോട് പോലും ട്രൈ ചെയ്തിട്ടില്ല. ഇത് പൊട്ടിച്ചാറ്റുമ്പോൾ ഇവൻ്റെ ജോലി പോവില്ലേ? ജോലി എടുക്കുമാൻ. ഇതിപ്പോൾ ആ ജോലി എടുത്ത് അവിടെ ഉള്ള ജോലി എടുത്താ. ഇത് പൊട്ടിച്ചെടുക്കാൻ ടാക്സാണ് ഇത്. അവിടെ ഒരുത്തൻ വളർന്നെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ അവന് ഈ സ്മിത്തിങ് ടേബിളിൻ്റെ ഇത് പണി കൊടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ തന്നെ പ്രശ്നക്കാരൻ. ഇവിടെ 3 പേരുണ്ട്. നമുക്ക് സ്മിത്തിങ് ടേബിളിൻ്റെ പണി കൊടുക്കണം. അതങ്ങോട്ട് തട്ടിയാലോ? തട്ടിയേക്കാം. ഇനി എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ഇവന്മാരെ ആവശ്യമൊന്നുമില്ല. നിനക്കൊക്കെ ജോലി എടുക്കണം അല്ലടാ. ഓക്കെ, ഇങ്ങനെ അവന്മാർക്ക് ഇതുകൊണ്ട് കൊടുക്കാം. എങ്ങനെയായാലും നമുക്ക് 20 മിനിറ്റ് ഉണ്ട് ആ ബേബി വില്ലേജർ വളരണമെങ്കിൽ പോലും. അപ്പോൾ ഇവനിങ്ങനെ എന്നാ എടുക്കുമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ ജോലി എടുക്കില്ല ഇവൻ. ഓക്കെ, ഓ ഇവന് ഈ കോള് തന്നെ കൊടുക്കണമല്ലേ? ഓ ആക്സ് മേടിക്കണോ? അത് വേണ്ട. നമുക്ക് ഇത് ആയാലും മതിയല്ലേ. ഇവന്മാരുടെ ട്രേഡ് ഇത്തിരി പാട് തന്നെയാണല്ലോ. ഞാൻ പോയി കുറച്ചുകൂടെ അയൺ എടുത്തിട്ട് വരാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഫുൾ അയണും ഞാൻ എടുത്തിട്ടുണ്ട്. അവനെ ഒന്ന് ലെവലപ്പ് ചെയ്തെടുക്കാൻ. ഞാൻ എന്തൊക്കെ കൊടുക്കണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ കോള് പോലും ഇല്ല അവനായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ. ആ ബെല്ലിൻ്റെ ട്രേഡ് ചെയ്താൽ കുറേ എമറാൾഡും പോവും. അതുകൊണ്ട് തന്നെ അതും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ഏതാണോ എന്തോ. പിന്നെ ഉള്ള അയണാന്ന് തോന്നുന്നു. അയൺ എൻ്റെ കയ്യിൽ ഒത്തിരി ഇല്ല. ഓക്കെ, ഡയമണ്ടിൻ്റെ ഷവൽ തുടങ്ങി. ഇതന്നെ അവൻ ഇങ്ങനെയൊക്കെ തരണേ. ഫാർമർ തന്നെ ആരാണോ എന്തോ. ഞാനൊന്നോടെ ഒന്ന് പോയി നോക്കി വെച്ച് തരാം. ഓ ആർമർ തരണ ഇവൻ തന്നെയാണ്. ഇവനെന്തോ ഇപ്പം നമ്മൾ തന്നെ ചെയ്തിട്ട് എന്തോ പറ്റിയിട്ടാണോ എന്തോ. ഇവനെന്തായാലും ഇപ്പം തരുന്നില്ല. ഞാനതൊന്ന് ഗൂഗിളിൽ നോക്കണം. അപ്പം ഇവനപ്പോൾ ടൂൾസാ തരുള്ളൂ അല്ലേ? ഭാഗ്യം അതിപ്പോഴെങ്കിലും ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം ഇവിടെ തന്നെ കൊണ്ടുപോയി കളഞ്ഞേനെ. ഇനി നമുക്ക് വേറെ ആർമർ ഫുൾ സെറ്റ് ഇവൻ തന്നെ തന്നോളും. ടൂൾസ് ആക്സും ഷവൽ ഇവൻ തരും. ബാക്കി വരണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്മിത്ത് വേണം. ഭാഗ്യം. അല്ലെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള അയണും കൂടി കൊണ്ടുപോയി കളഞ്ഞേനെ. ഇവനെങ്കിൽ ലെവലപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ. നമുക്കെന്തായാലും ഒരു ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കിയേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരുന്നോ.
ഒരു ചെസ്റ്റ് ഇവിടെ ഇരുന്നു. ഇവിടെ നിന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടു തള്ളാം. ഇനി ഞാൻ കുറേ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി മാറിയിട്ട് ട്രൈ ചെയ്യട്ടെ. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ സ്റ്റിക്കിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാനിപ്പോൾ എനിക്ക് ഈ സ്റ്റിക്ക് ഫുള്ള് ഈ 2 സ്ഥലത്തും സ്റ്റിക്കാക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന അങ്ങനെ പതിയായിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ ഈ മോഡുള്ളതുകൊണ്ട് തന്നെ ഒരു ക്ലിക്കിൽ എല്ലാം ആയിക്കോളും. അപ്പോൾ ഇത് നേരെ കൊണ്ടുപോവുക, ട്രൈ ചെയ്യുക. അത് നമുക്ക് ഒറ്റ ക്ലിക്ക് ചെയ്യാൻ പറ്റണം, ഫുള്ള് ചെയ്യാം. എത്രണ്ണം തന്നു? 30 എണ്ണം തന്നു. 16 എണ്ണമാണ് ഇവർക്കിടെ നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒന്ന് ഫുള്ള് ട്രൈ ചെയ്തിട്ട് കാണാം. നമ്മൾ അപ്പോൾ ഇനി ഒരു ഹെൽമെറ്റും കൂടി മേടിക്കാം. ഹെൽമെറ്റ് എത്ര? 27. എന്നതൊക്കെയുള്ള ത്രോൺസ് അൺബ്രേക്കിംഗ് 3 ഉണ്ടല്ലേ. ഇതിനെന്നൊക്കെയായിരുന്നു ഉള്ളത്? പ്രൊട്ടക്ഷൻ 2. അതൊക്കെ മതി. ഇനി നമുക്ക് എന്നാ ചെയ്താലാണോ എന്തോ ഇവന്മാർക്ക് ഒരു സെറ്റും കൂടിയും കിട്ടുക. ഞാൻ അത് ഗൂഗിളിനോട് നോക്കി ഒന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെയാണ് ജാവയിൽ ഇവന്മാർ ഫുൾ സെറ്റ് ആർമർ വരും. പക്ഷെ ബെഡ് റോക്കിൽ ഇവന്മാർ ഏതെങ്കിലും 2 പീസ്, ഏതെങ്കിലും ചിലപ്പോൾ അത് ചെസ്റ്റ് പ്ലേറ്റ് ലെഗിൻസ് ആവാം, അല്ലെങ്കിൽ ഇപ്പം തന്ന പോലെ തന്നെ ഇതാവാം. അങ്ങനെ ഏതെങ്കിലും 2 പീസേ തരുള്ളൂ. അപ്പോൾ ഇവനെ 2 പേര് വേണം നമുക്കപ്പോൾ ഫുൾ സെറ്റ് ആർമർ വേണമെങ്കിൽ. അതിപ്പോൾ രണ്ടാമത്തെ ആളെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവൻ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും തരണമെന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ ഇവൻ തന്നത് തന്നെ ആയിരിക്കും തരിക. എന്നാലും കുഴപ്പമില്ല, ഞാൻ അടുത്ത വീഡിയോയിലോട്ട് അത് ഓഫ് ക്യാമറയിലിരുന്ന് അവനെയും കൂടി ഞാൻ സെറ്റ് ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ഞാൻ ഈ ട്രേഡിംഗ് ഹാളിൽ ചെയ്യാനുള്ളത് ചെയ്തോളാം. വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കേണ്ടതൊക്കെ ഒപ്പിച്ച് എമറാൾഡൊക്കെ ട്രേഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. മിക്കവാറും ഞാൻ നെതറിൽ പോകുമായിരിക്കും.